അടുത്തതാണ് സ്റ്റീരിയോ ഐസോമെറിസം, ജോമെട്രിക്കൽ ഐസോമെറിസം, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ ജോമെട്രിക്കൽ ഐസോമെറിസം. ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് കോർഡിനേഷൻ നമ്പർ 4 ഉള്ള സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസും അതുപോലെ തന്നെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസും കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമെറിസം നമ്മൾ പറഞ്ഞു. അതുപോലെ ഇനി കോർഡിനേഷൻ നമ്പർ 6 ഉള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ഏതൊക്കെ തരത്തിലുള്ള ജോമെട്രിക്കൽ ഫോംസ് ആണ്, സിസ് എങ്ങനെ എഴുതുക, ട്രാൻസ് എങ്ങനെ എഴുതുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കോംപ്ലക്സസ് ഓഫ് ജനറൽ ഫോർമുല MA2B2, MA4B2, കോംപ്ലക്സസ് ഓഫ് ജനറൽ ഫോർമുല MA4B2. അപ്പോൾ നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ഇതാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 4 കോർണറിൽ, സ്ക്വയറിന്റെ 4 കോർണറിൽ ഓരോ ലിഗാൻഡ്, മുകളിലും താഴെയും ഓരോ ലിഗാൻഡ് വരുന്നതാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മുകളിലും താഴെയും വരുന്ന ഒരേ ലിഗാൻഡ് മുകളിലും താഴെയും വരികയാണെങ്കിൽ അത് ട്രാൻസ്ഫോം ആണ്. അല്ലാതെ ഇവിടെ വേറെ എവിടെ വന്നാലും അതൊക്കെ ഒരേപോലെ തന്നെയാണ്, സിസ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ MA4B2 2 ഫോം പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? സിസ് ഫോമും ട്രാൻസ്ഫോമും പോസിബിൾ ആണ്. എങ്ങനെയാണ്? ഇവിടെ സെയിം ലിഗാൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് സിസ് ഫോം ആണ്. ഇനി ഇവിടെ അല്ലാതെ, ഈ ഓപ്പോസിറ്റ് പൊസിഷനിലല്ലാതെ ഇവിടെ ഏത് പൊസിഷനിൽ വന്നാലും അതൊക്കെ അതിൻ്റെ സിസ് പൊസിഷൻസ് ആണ്. ഓക്കെ, ഈ ഓപ്പോസിറ്റ് അല്ലാതെ വേറെ എവിടെ വന്നാലും അതൊക്കെ സിസ് പൊസിഷൻസ് ആണ്. അപ്പോൾ 2 ഫോമിലാണ് എക്സിബിറ്റ് ചെയ്യുക. സിസ് ഫോം ആണിത്. ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് വരുന്നത് ബി ബി എ. അപ്പം ഇത് ട്രാൻസ്ഫോം, ഇത് സിസ് ഫോം. ഇനി ഈ ലിഗാൻഡ് ഇവിടെ നിന്ന് മാറിയിട്ട് ഇപ്പുറത്ത് വന്നാൽ അതും സിസ് ഫോം തന്നെയാണ്. ഈ ലിഗാൻഡ് ഇവിടെ പോയിട്ട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതും സിസ് ഫോം തന്നെയാണ്. ഓക്കെ, ഇവിടെ എ ആയി, ഇവിടെ ബി, ഇത് വരുമ്പോഴും സിസ് ഫോം ആണ്. ലിഗാൻഡ് എവിടെ നിന്ന്, ഈ ഒരു പൊസിഷൻ, ഈ ഓപ്പോസിറ്റ് പൊസിഷൻ അല്ലാതെ വേറെ എവിടെ വന്നാലും അതൊക്കെ സിസ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CONH3 4 times Cl2. ഇത് ട്രാൻസ്ഫോം ആണ്. അതുപോലെ അതിൻ്റെ സിസ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം? CO Cl Cl, Cl രണ്ടും അടുപ്പിച്ച് വരുന്നത് സിസ് ഫോം. അഡ്ജസൻറ്റ് പൊസിഷൻസിൽ വരുന്നത് സിസ് ഫോമും ഓപ്പോസിറ്റ് പൊസിഷനിൽ ഒരേ ലിഗാൻഡ് വരികയാണെങ്കിൽ അത് ട്രാൻസ്ഫോമുമാണ്. അപ്പം ഇത് ട്രാൻസ്ഫോമും ഇത് സിസ് ഫോമുമാണ്. ഓക്കെ, ഇനി അടുത്ത ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ഓഫ് ടൈപ്പ് MA3B3. MA3B3 ടൈപ്പുള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസും ഇതേപോലെ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും. അതിനെ നമ്മൾ സിസ് ട്രാൻസ് ഐസോമെറിസം എന്നല്ല പറയുക, സിസ് ട്രാൻസ്ഫോം എന്നല്ല നമ്മൾ അതിനെ പറയുക. പകരം നമ്മൾ അതിനെ എന്താ പറയുക എന്നറിയോ? സിസ് ഫോമിനും ട്രാൻസ്ഫോമിനും പകരം നമ്മൾ അതിനെ പറയുന്നതാണ് ഫേഷ്യൽ ഐസോമർ എന്നും മെറീഡിയോണൽ ഐസോമർ എന്നും. ഫേഷ്യൽ ഐസോമർ എന്നും മെറീഡിയോണൽ ഐസോമർ എന്നും. അപ്പോൾ നമുക്കതിനെ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. എന്താണ് ഫേഷ്യൽ ഐസോമർ, ഏതാണ് മെറീഡിയോണൽ ഐസോമർ, ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഓരോ ഫേസും, ഇതൊരു ഫേസാണ്, ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ്, ഇപ്പുറത്ത് വരുന്ന ഫേസ് ട്രയാങ്കുലർ ഷേപ്പിലാണ്. അതുപോലെ തന്നെ ഈ താഴെ വരുന്ന ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാ ഫേസും ട്രയാങ്കുലർ ഷേപ്പിലാണ്. ആ ട്രയാങ്കുലർ ഷേപ്പിൻ്റെ വെർട്ടെക്സിൽ ഒരേ ലിഗാൻഡാണ് വരണേയെങ്കിൽ അതാണ് ഫേഷ്യൽ ഐസോമർ. MA3B3 3 വെർട്ടെക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എ എ എ ഈ 3 വെർട്ടെക്സിലും ഒരേ ലിഗാൻഡാണ് വരുന്നത് എങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ഫേസിലും ഒരേ ലിഗാൻഡാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് എന്താ, അങ്ങനെയുള്ള ഐസോമർ ആണ് ഫേഷ്യൽ ഐസോമർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അല്ലാതെ ഈ പൊസിഷൻസിലാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണൊരു ട്രയാങ്കുലർ ഷേപ്പ്, ഇങ്ങനെയാണ് ഫോം ചെയ്യണത്. ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇവിടെ എന്തില്ല, ഇവിടെ ഫേസിലാവണില്ല. ഇതൊരു ഫേസ് അല്ല, ഇതതിൻ്റെ സൈഡ് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിനെയാണ് മെറീഡിയോണൽ ഐസോമർ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ പറഞ്ഞത്, ഈ മുകളിൽ വരിക,
അല്ലെങ്കിൽ ഇവിടെ താഴെ ലിഗാൻഡ് വന്നു, സെയിം ലിഗാൻഡ് ഇവിടെ വന്നു. അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസിലാണ് ഫേഷ്യൽ ഐസോമർ ഫോം ചെയ്യുക. അതായത് ഈ ഒക്ടാഹെഡ്രൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. ആ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ 3 വെർട്ടെക്സിലും ഒരേ ലിഗാൻഡാണ് വരണമെങ്കിൽ അത് ഫേഷ്യൽ ഐസോമറാണ്. ഇനി അതല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വരിക, അല്ലെങ്കിൽ ഇവിടെയായിട്ട് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഫേസിലല്ല ലിഗാൻസ് വരുന്നത്. അപ്പം അത് മെറീഡിയോണൽ ഐസോമറിന് എക്സാമ്പിളാണ്. അപ്പം അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഫേഷ്യൽ ഐസോമറും മെറീഡിയോണൽ ഐസോമറും MA3B4 ആണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഫേസിലല്ല വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അതൊരു ഫേസ് അല്ല. അതതിൻ്റെ സൈഡിലൂടെ ഇത് നോക്കുകയാണെങ്കിൽ അതതിൻ്റെ സൈഡിലൂടെയാണ് ആ ലിഗാൻസ് സെയിം ലിഗാൻഡ് വരുന്നത്. അപ്പോൾ ഇത് മെറീഡിയോണൽ ഐസോമറാണ്. മെറീഡിയോണൽ ഐസോമർ. ഓക്കെ. ഇനി അടുത്ത ഫേഷ്യൽ ഐസോമർ എങ്ങനെയാണ് ഫോം ചെയ്യുക? ഈ ഒരു ഫേസിൽ ഇവിടെ ഒക്കെ ഒരേ ലിഗാൻസ് ആണ് ഫോം ചെയ്യണത് എങ്കിൽ അതാണ് മെറീഡിയോണൽ ഐസോമർ. ഈ ഒരു ഇതിൽ ഇവിടെ അങ്ങനെ ലിഗാൻസ് ഒരേപോലത്തെ ലിഗാൻഡ് വരികയാണെങ്കിൽ എന്തുണ്ട്? അത് ഒരേ ഫേസിലാണ് ആ ലിഗാൻഡ് വരിക. അപ്പോൾ അതാണ് മെറീഡിയോണൽ ഐസോമറിന് എക്സാമ്പിൾ. അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. CONH3 ത്രൈസ് NO2 ആണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ NO2 ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരേ ഫേസിലാണോ വന്നത്? അല്ല, സൈഡിലൂടെയാണ് ഈ ലിഗാൻസ് വന്നത്. ഇതൊരു ഫേഷ്യൽ ഐസോമറാണിത്. മെറീഡിയോണൽ ഐസോമറാണിത്. സൈഡിൽ കൂടെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിൽ കൂടെയാണ് വരുന്നത്. ഇതൊരു മെറീഡിയോണൽ ഐസോമറാണ്. ഇനി ഇതിൻ്റെ ഫേഷ്യൽ ഫോം നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക? ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 കോർണറിൽ പ്ലസ് ഒരു ഇതിൽ ഒരേപോലെ വരണ്ടേ? ഒരു മുകളിലത്തെ പൊസിഷൻ ആണെങ്കിൽ 2 വെർട്ടെക്സിൽ ഒരേപോലെ വരണം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ NO2, പിന്നെ അതുപോലെ തന്നെ ഇവിടെ NO2, ഇവിടെ NO2. അപ്പോൾ ഒരേ ഫേസിൽ വരും. ഇതിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ മുകളിലത്തെ വെർട്ടെക്സിൽ ഒരു NO2 വന്നിട്ടുണ്ട്, പിന്നെ ഇവിടുത്തെ വെർട്ടെക്സിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്തെ വെർട്ടെക്സിലാണ് ഈ NO2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഫേസിലാണ് വന്നത്. അപ്പോൾ ഇതൊരു ഫേഷ്യൽ ഐസോമറിന് എക്സാമ്പിളാണ്. അടുത്തത് NH3 ആണെങ്കിൽ ഇവിടെ NO2 വന്നു. ഇവിടെയാണെങ്കിലോ ഇവിടെ ഈ താഴത്തെ ഫേസിൽ ഇപ്പുറത്ത് താഴത്തെ വെർട്ടെക്സിൽ ഒരേ ലിഗാൻഡ് വന്നു. അപ്പോൾ ഇതും ഒരു ട്രയാങ്കുലർ ഫേസ് ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 വെർട്ടെക്സിൽ ഒരേ ലിഗാൻഡ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 3 വെർട്ടെക്സിൽ ഒരേ ലിഗാൻഡ് വരികയാണെങ്കിൽ അത് ഫേഷ്യൽ ഐസോമറും, അതല്ല ഇവിടെയാണ് വരണമെങ്കിൽ ഒരു ഫേസ് ആവണില്ല. അപ്പോൾ അങ്ങനത്തതാണ് മെറീഡിയോണൽ ഐസോമർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഈ ചാർജൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കോംപ്ലക്സ് ഇവിടെ ഇത് വരച്ചുവല്ലോ, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ ചാർജ് നമ്മളിങ്ങനെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ചാർജ്ഡാണ്, കോംപ്ലക്സ് ചാർജ്ഡാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഒരു പകുതി ബ്രാക്കറ്റ് പോലെ എഴുതിയിട്ട് മുകളിൽ ആ കോംപ്ലക്സിൻ്റെ ചാർജ് എഴുതണം. അങ്ങനെയാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വേണം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് കോർഡിനേഷൻ നമ്പർ 6 ഉള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ 2 ഫോമിൽ MA4B2 സിസ് ട്രാൻസ് ഐസോമർ ഫോം ചെയ്യും, അതുപോലെ MA3B3 ഫോമിൽ ഫേഷ്യൽ ഐസോമറും മെറീഡിയോണൽ ഐസോമറുമാണ് ഫോം ചെയ്യണത്.